ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൊണ്ടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വിഷമത്തോടുകൂടി ഹരീഷിന്റെ കടയിലേക്ക് വന്നിരിക്കുന്ന സുധീഷ് ഓർക്കുകയാണ് നിധി താലി അഴിച്ച് തന്റെ കയ്യിലേക്ക് തന്നത്. ഈ സമയം അവിടേക്ക് വന്ന നീതു സുധീഷിനെ ശ്രദ്ധിക്കുകയും ഹരീഷിനോട് സംസാരിച്ചുകൊണ്ട് നീതു അവിടേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് നീതു ചോദിക്കുന്നു, ഹരീഷിന്റെ ഏട്ടത്തി വീട് വിട്ടുപോയിട്ട് തിരിച്ചു വന്നില്ലേ? പിന്നെ എന്തു പറ്റി ഹരീഷിന്റെ ചേട്ടന്? അപ്പൊ സുധീഷ് പറയുകയാണ്, അവള് തിരിച്ചു വന്നു, പക്ഷെ ഒരു വഴക്കിട്ടപ്പോൾ താലി അഴിച്ചു തന്നു. അപ്പൊ നീതു ചോദിക്കാണ്, അത്രേ ഉള്ളോ? അപ്പൊ സുധീഷ് പറയുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളെ ഇന്ന് ഒരു ചെറിയ വഴക്ക് നടന്ന ഉടനെ അവള് താലി അടിച്ചു തന്നു. അപ്പൊ നീതു പറയുകയാണ്, സുധീഷൻ അതിനെന്തിനാ ഇങ്ങനെ ഫീൽ ആകുന്നത്? ഇപ്പൊ ആരും താലി കഴുത്തിൽ അണിയാറ് പോലും ഇല്ല. എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോഴൊക്കെയാ താലി ഇടുന്നത്. എന്റെ അമ്മ പോലും ഉറങ്ങുമ്പോൾ കുത്തുന്നെന്ന് പറഞ്ഞ് താലി ഊരി കണ്ണാടിയിൽ ഇട്ടിരിക്കുക. സുധീഷ് ചോദിക്കുന്നു, അപ്പോ താലിക്ക് പിന്നിൽ സെന്റിമെന്റ്സ് ആയിട്ടൊന്നുമില്ലേ? നീതു പറയുന്നു, അങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ല. പറയാൻ വയ്യെങ്കിൽ പറയണ്ടെന്ന് പറഞ്ഞ് നീതു ഹരീഷിന്റെ അരികിലേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് സിദ്ധാർത്ഥ് സ്റ്റാഫുകളോട് എല്ലാവരോടും സംസാരിക്കുകയാണ്. സ്റ്റാഫുകളുടെ കഴിവിനെ പുകഴ്ത്തുകയും നിധിയുടെ ഡിസൈൻ നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. നിധി തനിച്ച് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയില്ലല്ലോ? ഇല്ലാന്ന് ദിവ്യ പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധിക്കിനി തനിയെ ഡിസൈൻ ഒക്കെ ചെയ്യാം. ഒരു ഇൻഡിപെൻഡന്റ് വില്ലേക്ക് ഒരാൾ ഡിസൈൻ ചോദിച്ചിട്ടുണ്ട്, നിധിക്ക് ആ പ്രോജക്ട് ചെയ്യാം. മോഹൻ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, താങ്ക് യു. സിദ്ധാർത്ഥ് പറയുന്നു, പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെറിറ്റേജ് ഹൗസിനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ആദ്യം ഈ സിറ്റിയിലുള്ള പഴയ വീടുകളൊക്കെ കണ്ടുപിടിച്ച് ആ വീടിന്റെ സ്ട്രക്ചർ, ഡിസൈൻ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. പഴയ വീടുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഈ തിരുവനന്തപുരത്ത് ഒരുപാട് പഴക്കമുള്ള വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകൾ എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? ഇത് കേട്ട് നിധി ഓർക്കുകയാണ് സുധീഷ് ആ വീടിനെ കുറിച്ച് പറഞ്ഞത്. മോഹൻ ഒരു റിലേറ്റീവിന്റെ വീടിനെ കുറിച്ച് പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയുന്നു, നമുക്ക് ആ വീടൊന്ന് വിസിറ്റ് ചെയ്യണം. അതിനെന്താ, നമുക്ക് പോകാലോ എന്ന് പറയുകയാണ് മോഹൻ. അപ്പൊ നിധി പറയുന്നു, സിദ്ധാർത്ഥ്, ഞാൻ താമസിക്കുന്ന വീടും പഴയ ഒരു വീടാണ്. പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്, പുതുക്കിയിട്ടേ ഇല്ല. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പോയി കാണാം. ഒരുപാട് ഫർണിച്ചേഴ്സ് ഒന്നുമില്ല. ബിൽഡിങ്ങിന്റെ ക്വാളിറ്റിയും ഡിസൈൻസും ഒക്കെ നോക്കാൻ കറക്റ്റ് ആയിരിക്കും. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നു, നൈസ്. ദിവ്യ, മോഹൻ പറഞ്ഞതും നിധി പറഞ്ഞതുമായ വീടുകളെല്ലാം നോട്ട് ചെയ്തേര്. അങ്ങനെ ഇവർ ഹെറിറ്റേജ് പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. തുടർന്ന് ഓഫീസിൽ നിന്ന് വരുന്ന നിധിയെ കാത്തു നിൽക്കുകയാണ് സുധീഷ്. നിധി ആവടി വരുമ്പോൾ സുധീഷ് അരികിലേക്ക് ചെന്ന് സംസാരിക്കുകയാണ്. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് സുധീഷിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സുധീഷ് ചോദിക്കുന്നു, എന്നോടോ? എന്താണെങ്കിലും പറ, നമുക്ക് സംസാരിക്കാം. അപ്പൊ നിധി പറയുന്നു, വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് എവിടെയെങ്കിലും പോരുന്ന് സംസാരിച്ചാലോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതിനെന്താ, നമുക്ക് സംസാരിക്കാലോ. അങ്ങനെ അവരൊരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ്. ജ്യൂസ് കുടിക്കുന്ന നിധി ആലോചിച്ചിരിക്കുമ്പോൾ പുഞ്ചിരിച്ച് തലയാട്ടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, അറിയാതെ താലി അഴിച്ചു തന്നു പോയതാ, തിരിച്ചു തന്നു പറയാനല്ലേ? താലി ചോദിക്ക്. അങ്ങനെ സുധീഷ് ചോദിക്കുന്നു, നിധിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണല്ലോ? നിധി ചോദിക്കുന്നു, ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ? അപ്പൊ സുധീഷ് മനസ്സിൽ പറയുന്നു, താലിയല്ലേ ചോദിക്കാൻ പോകുന്നത്, ചോദിക്ക്. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് ഡിവോഴ്സ് വേണം. ഇത് കേട്ട് സുധീഷ് ഞെട്ടിയിരിക്കുമ്പോൾ നിധി പറയുകയാണ്, നമ്മൾ നേരത്തെ തന്നെ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചതല്ലേ? നമ്മൾ ഡിവോഴ്സിനായി അഡ്വക്കേറ്റിനെ കാണാൻ പോയായിരുന്നല്ലോ. അപ്പൊ സുധീഷ് പറയുന്നു, നിധി, അതൊക്കെ നമ്മള് അന്ന് വേണ്ടാന്ന് വെച്ചതല്ലേ? അപ്പൊ നിധി പറയുകയാണ്, വേണ്ടാന്ന് വെച്ചതല്ലോ, എന്റെ കയ്യിൽ ID പ്രൂഫ്സ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, ഇപ്പൊ ID പ്രൂഫ് ഉള്ളത് കൊണ്ട് ഉടനെ ഡിവോഴ്സ് ചെയ്യണമെന്നാണോ? അപ്പൊ നിധി പറയുകയാണ്, അതല്ല സുധീഷ്, ഈ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനെന്താ നമുക്കിടയിൽ സംഭവിച്ചെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുധീഷ് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മുടെ കല്യാണം ശരിക്കുള്ളതൊന്നും അല്ലായിരുന്നല്ലോ, പിന്നെന്തിനാ ഡിവോഴ്സ് വാങ്ങാൻ ഇത്രയൊക്കെ ആലോചിക്കുന്നത്? നമുക്കൊന്ന് വേറെ വഴിയില്ലാത്തത് കൊണ്ടാ കല്യാണം കഴിച്ചത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന സുധീഷ് പെട്ടുപോകുകയല്ലായിരുന്നു. ആ കുറ്റബോധം ഉണ്ട് എനിക്കും. ഇതൊരു ഫേക്ക് മാരേജ് ആയിരുന്നു എന്ന് സുധീഷിനെ എനിക്കും അറിയാം. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ നമ്മൾ ഭാര്യയും ഭർത്താവുക. അതുകൊണ്ട് സുധീഷ് അന്ന് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. അപ്പൊ സുധീഷ് പറയുന്നു, അയ്യോ നിധി, അങ്ങനെയല്ല, അന്ന് ഞാൻ കുടിച്ചിട്ട് വന്നതുകൊണ്ടാ, മനഃപൂർവ്വം ചെയ്തതല്ല. എത്ര തവണ വേണമെങ്കിലും ഞാൻ നിധിയോട് മാപ്പ് പറയാം. അപ്പൊ നിധി പറയണ, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, ഇതാ ശരിയെന്നാ എനിക്ക് തോന്നി. ഇന്ന് താലി അഴിച്ചു, അതേപോലെ നമ്മുടെ ഇടയിൽ ഒന്നുമില്ലാന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയണം. അതാ രണ്ടുപേർക്ക് നല്ലത്. എന്റെയും സുധീഷിന്റെ ഇടയിൽ അങ്ങനെ ഒരു ബന്ധമില്ല. പിന്നെന്തിനാ ഡിവോഴ്സ് ചെയ്യാൻ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഞാനും കുറച്ച് ഫ്രീ ആകും. സുധീഷിന്റെ കാര്യം നോക്കാം. നമുക്ക് പോയി അഡ്വക്കേറ്റിനെ കണ്ടാലോ? ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, ശരി, പോകാം. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. തുടർന്ന് നിധിയുടെ ഒപ്പം സുധീഷ് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയാണ്. നികേഷ് സുഭാഷിനോടും ഹരീഷിനോടും അവര് ഡേറ്റിങ്ങിന് പോയിട്ട് വന്നതാണെന്ന് പറയുകയാണ്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും ഹരീഷും. തുടർന്ന് ഡ്രസ്സ് മാറി സുധീഷ് അവിടേക്ക് വന്നിരിക്കുമ്പോൾ സുഭാഷും നികേഷും ഒക്കെ ഹരീഷിനോട് കാര്യം അന്വേഷിക്കുകയാണ്. ഒന്നുമില്ല, ചെറിയൊരു തലവേദനയാണെന്ന് പറഞ്ഞ് സുധീഷ് ടെൻഷനോട് കൂടി ആലോചിച്ചിരിക്കുന്നു. സുഭാഷ് ചോദിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയോ? അപ്പൊ സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ, ചെറിയൊരു തലവേദന ഉണ്ട്, അതുകൊണ്ടാ. ഈ സമയം അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, എന്റെ ഓഫീസിൽ നിന്നും നാളെ ഈ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അവരോട് വരാൻ പറയട്ടെ? അപ്പൊ സുഭാഷ് പറയുകയാണ്, വരാൻ പറ മോളെ. എന്താ ഏട്ടത്തി, എന്തെങ്കിലും വിഷയം
വിശേഷം ഉണ്ടോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കാണ്, സുഭാഷ് ഏട്ടാ പെട്ടെന്ന് വരാൻ പറഞ്ഞാൽ എങ്ങനാ? ഈ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പൊ നിധി പറയുകയാണ്, അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അവര് വരുന്നത് നമ്മുടെ വീട് കാണാനാ. പഴയ വീടുകളെ കുറിച്ചുള്ള ഒരു റിസർച്ച് എന്റെ ഓഫീസിൽ നടക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ വീടിനെ പറ്റി പറഞ്ഞു. അപ്പൊ അവരെ ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു. നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ എന്താ, ബിൽഡിംഗ് എത്രയും സ്ട്രോങ് ആണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാൻ അവര് വരുന്നത്. സുഭാഷ് പറയുന്നു, അവര് വരട്ടെ മോളെ, അവർക്കുള്ള ഭക്ഷണം കൂടി ഞാൻ ഉണ്ടാക്കാം. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ അതൊന്നും വേണ്ട. അപ്പൊ സുഭാഷ് പറയുന്നു, എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ അവർക്ക് വേണ്ടി കൂടി ഉണ്ടാക്കാം. അപ്പൊ നിധി പറയുന്നു, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ജ്യൂസോ അല്ലെങ്കിൽ ചായയോ കാപ്പിയോ കുടിക്കുന്ന സമയത്തായിരിക്കും അവരിവിടെ വരിക. തുടർന്ന് രാത്രി സുധീഷ് ഉറങ്ങാനാകാതെ വിഷമിച്ചു കിടക്കുമ്പോൾ സുഭാഷും നികേഷും ഹരീഷും കാര്യം അന്വേഷിക്കുകയാണ്. സുഭാഷ് ഏട്ടാ അതെന്ന് പറഞ്ഞ് സുധീഷ് ഒന്നും മിണ്ടാതെ കിടക്കുമ്പോൾ ലൈറ്റ് ഇട്ട് കാര്യം അന്വേഷിക്കുകയാണ് സുഭാഷ്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി എന്നെ പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി എന്താ ചോദിച്ചെന്നറിയോ? ഡിവോഴ്സ്, വിവാഹമോചനം. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്താ പെട്ടെന്ന് ഡിവോഴ്സ് ചോദിക്കുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, മേഡം ഇതൊരു കല്യാണമായിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ അവളുടെ റൂമിൽ പോയില്ലേ, അതാണ് പ്രശ്നം. എനിക്ക് നിധിയുടെ മേലുള്ള അവകാശം ഇല്ലാതാക്കണമെന്ന്. എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? സുഭാഷ് ഏട്ടൻ അനിയത്തിയുടെ ഭാഗത്തുനിന്ന് പിന്നെ എന്താ പ്രതീക്ഷിച്ചേ? അപ്പൊ നികേഷ് ചോദിക്കണ, സുധീഷ് ഏട്ടാ അപ്പോ ഏട്ടത്തി ഇവിടുന്ന് പോകുമോ? ഇത് കേട്ട് സുധീഷ് പറയണ, സൂപ്പർടാ സൂപ്പർ, അതാണ് നിന്റെ ടെൻഷൻ അല്ലേ? അവൾ ഇവിടുന്ന് പോകരുത്, അത് മാത്രമാണ് നിന്റെ ചിന്ത. എന്നെ പറ്റി ഒരു ചിന്തയില്ല. എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയുന്നു, സുധീഷ് അവൻ അങ്ങനെ വിചാരിച്ചല്ല പറഞ്ഞത്. ആ കുട്ടി ഇവിടെ താമസിച്ചാലല്ലേ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ. സുധീഷ് പറയുകയാണ്, അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഞാൻ ഒരിക്കലും അവൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ല. എനിക്ക് അങ്ങനെ അവളെ വെറുതെ വിടാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എന്റെ ഭാര്യ. എന്നെ പോലെ അവളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കും പറ്റൂല. അവൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കാൻ ലോകത്ത് വേറെ ആരും തയ്യാറാകുകയില്ല. അവൾ എന്ത് ചോദിച്ചാലും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. പക്ഷെ അവളത് മനസ്സിലാക്കുന്നില്ല. അവളാണ് എനിക്ക് എല്ലാമെന്ന് ഞാൻ അവളെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത്രക്ക് ഈസി ആയിട്ടൊന്നും അവൾക്ക് എന്നെ വിട്ടു പോകാൻ പറ്റില്ല. 6 മാസത്തിനുള്ളിൽ അവൾ എന്നെ പ്രപ്പോസ് ചെയ്യിപ്പിക്കും ഞാൻ. 6 മാസം കൊണ്ട് അവളുടെ മനസ്സ് മാറി എനിക്ക് സുധീഷിനെ മതിയെന്ന് പറയും. ഇത് കേട്ട് എല്ലാവരും അമ്പരന്ന് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കാണ്, നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരുന്നില്ല അല്ലേ? ഈ സുധീഷിന്റെ മേലെ വിശ്വാസമുണ്ട്. എനിക്ക് എന്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ട്. 6 മാസത്തിനുള്ളിൽ അവൾ എന്നെ പ്രപ്പോസ് ചെയ്യും. അങ്ങനെ സുധീഷ് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാനായി കിടക്കുമ്പോൾ എല്ലാവരും സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഉറങ്ങാനായി കിടക്കുകയാണ്. സുധീഷ് ഏട്ടാന്ന് നികേഷ് വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നു, നീ പേടിക്കണ്ട, അവൾ ഡിവോഴ്സാ ചോദിച്ചത്. വീട് വിട്ടു പോകുന്നൊന്നും പറഞ്ഞില്ല. നിന്റെ ഏട്ടത്തി സുഭാഷ് ഏട്ടന്റെ അനുജത്തി ഈ വീട്ടിൽ തന്നെ കാണും. അവൾ എന്നോട് മാത്രം ഡിവോഴ്സ് ചോദിച്ചത്. നിങ്ങളാരും പേടിക്കണ്ട, സമാധാനമായിട്ട് ഉറങ്ങിക്കോ. അതല്ല സുധീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണം, നീ ഒന്നും പറയണ്ട, മിണ്ടാതെ നടന്നൊന്ന് ഉറങ്ങിയാ മതി. തുടർന്ന് രാവിലെ സുഭാഷ് വീടൊക്കെ വൃത്തിയാക്കുകയാണ്. ഹരീഷും നികേഷും നികേഷും ഹാളിലേക്ക് വരികയാണ്. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് സിദ്ധാർത്ഥും ദിവ്യയും നിധിയും. സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ചെന്ന് അവരെ സ്വീകരിക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷും. നിധി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. സിദ്ധാർത്ഥ് പറയുന്നു, ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടോട്ടെ. അപ്പോൾ സുഭാഷ് പറയുകയാണ്, അതിനെന്താ സുധീഷ് കൊണ്ട് കാണീര്. സുധീഷ് അവരെ വീട് ചുറ്റി കാണിക്കുകയാണ്. തുടർന്ന് അവർ ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ചായ കൊടുക്കുകയാണ് സുഭാഷ്. സിദ്ധാർത്ഥ് വീടിനെ കുറിച്ച് സുഭാഷിനോട് ചോദിക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, 3 തലമുറയായി ഞങ്ങൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് ഞങ്ങളുടെ മുത്തശ്ശന്റെ അച്ഛൻ പണിത വീടാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നന്നായിട്ടുണ്ട് നിധി പറഞ്ഞതുപോലെ ഈ വീട് നല്ല സ്ട്രോങ് ആണ്. അപ്പൊ സുധീഷ് പറയുകയാണ്, ഈ വീട് ഇങ്ങനെ തന്നെ നിൽക്കാനാ ഞങ്ങൾ ഈ വീട്ടിൽ ഒന്നും ചെയ്യാത്തത്, പഴമ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. പുഞ്ചിരിച്ച സിദ്ധാർത്ഥ് പറയുന്നു, അത് വലിയ കാര്യമാ. നിധി പറയുന്നു, സിദ്ധാർത്ഥ് അവിടെ ഒരു റൂമുണ്ട്, കാണുന്നോ? കാണാമെന്ന് സിദ്ധാർത്ഥും ദിവ്യയും പറയുമ്പോൾ അവരെയും കൂടിക്കൊണ്ട് തന്റെ റൂമിലേക്ക് പോവുകയാണ് നിധി. പിന്നാലെ എല്ലാവരും പോകുന്നു. തുടർന്ന് ആ റൂമിനെ കുറിച്ച് നിധി പറയുമ്പോൾ സന്തോഷത്തോടുകൂടി നിധിയുമായി സംസാരിക്കുകയാണ് സിദ്ധാർത്ഥ്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നു. ദേഷ്യത്തോടുകൂടി സിദ്ധാർത്ഥിനെയും നോക്കുകയാണ്. തുടർന്ന് അടുക്കളയൊക്കെ വന്ന് കാണുകയാണ് അവർ. നിധിയും സിദ്ധാർത്ഥും കൂടി സംസാരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷിന് അവർ കൂടുതൽ അടുത്ത് സംസാരിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ദിവ്യ ചോദിക്കുന്നു, നിധി ഇത് നിധിയുടെ റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്, എന്താ റിലേഷൻ? ഇത് കേട്ട് ടെൻഷനോടുകൂടി സുധീഷിനെ നോക്കുകയാണ് നിധി. എല്ലാവരും ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, എന്റെ കസിനാ. ഇത് കേട്ട് സുധീഷ് ഞെട്ടി നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കുനിങ്ങി നിൽക്കുകയാണ് ഹരീഷും നികേഷും. സുധീഷ് ദേഷ്യത്തോടുകൂടി നിധിയെയും സിദ്ധാർത്ഥിനെയും നോക്കുകയാണ്. അപ്പൊ നിധി പറയുന്നു, സിദ്ധാർത്ഥ് പിന്നിലൊക്കെ ഇനി ഒരുപാട് സ്ഥലമുണ്ട്, കാണുന്നോ? അപ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, അതിനെന്താ കാണാലോ വാന്നും പറഞ്ഞ് നിധി അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്